ഇന്ന് മാർച്ച് 25 ഈ ആഴ്ച OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമകളുടെ ഉൾപ്പെടെ 7 OTT റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് ലവർ എന്ന സിനിമയാണ്. തമിഴിൽ നിന്നും ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ നാളെ അർദ്ധരാത്രി 12 മണിയോടെ മാർച്ച് 27-ാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ സിനിമ ലഭ്യമാകുന്നതാണ്. തമിഴ് സംവിധായകൻ ലോകേഷ് ആദ്യമായിട്ട് നായകനായി എത്തിയ മ്യൂസിക്കൽ വീഡിയോ ഗാനം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ലോകേഷും ഒപ്പം തന്നെ ശ്രുതി ഹാസനും ജോഡികളായിട്ട് അഭിനയിച്ച ഇനിമേൽ എന്ന വരികളാൽ തുടങ്ങുന്ന ഗാനമാണ് വീഡിയോ ഗാനമാണ് ഇന്ന് യൂട്യൂബിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കമൽ ഹാസന്റെ യൂട്യൂബ് ചാനലായ രാജ് കമൽ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ ഇതിനോടകം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. മികച്ച അഭിപ്രായങ്ങൾ ഗാനം നേടിക്കൊണ്ടിരിക്കുന്നു. തമിഴിൽ നിന്നും ഈ ആഴ്ച OTT റിലീസിനൊരുങ്ങുന്ന മറ്റൊരു സിനിമ അത് ബർത്ത് മാർക്ക് എന്ന സിനിമയാണ്. മിർണ നായകവേഷത്തിലെത്തിയ സിനിമ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമയാണ്. ഈ ആഴ്ച മാർച്ച് 29-ാം തീയതി സിംപിളി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് ബർത്ത് മാർക്ക് OTT റിലീസ് ചെയ്യുന്നത്. വീഡിയോയിലെ നാലാമത്തെ അപ്ഡേറ്റും ഒരു തമിഴ് OTT അപ്ഡേറ്റ് ആണ്. ഇൻസ്പെക്ടർ ഋഷി എന്ന തമിഴ് സീരീസ് ഈ ആഴ്ച OTT റിലീസ് ചെയ്യുകയാണ്. ആമസോൺ പ്രൈം OTT പ്ലാറ്റ്ഫോമിലൂടെ മാർച്ച് 29-നാണ് ഇൻസ്പെക്ടർ ഋഷി OTT റിലീസ് ചെയ്യുക. തമിഴ്, മലയാളം, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ഈ സീരീസ് OTT റിലീസ് ചെയ്യുന്നതാണ്. മലയാളത്തിൽ നിന്നും ഈ ആഴ്ച OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമ അത് റാഹേൽ മകൻ കോര എന്ന സിനിമയാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി ചെറിയ രീതിയിലെല്ലാം തന്നെ വിവാദമുണ്ടാക്കിയ സിനിമയാണ് റാഹേൽ മകൻ കോര. സൈന പ്ലേയിലൂടെ നാളെ അർദ്ധരാത്രി 12 മണിയോടെ മാർച്ച് 27-ാം തീയതിയാണ് സിനിമ OTT റിലീസ് ചെയ്യുക. ഇന്നത്തെ ഒരു വീഡിയോയിലെ ആറാമത്തെ അപ്ഡേറ്റ് തമിഴിൽ നിന്നും ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ വമ്പൻ സിനിമയായ ലാൽ സലാം എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഐശ്വര്യ രജനികാന്തിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ലാൽ സലാം തിയേറ്ററുകളിലെ വലിയ ദുരന്തമായ ഒരു തമിഴ് സിനിമയായിരുന്നു. ചിത്രം ഈ ആഴ്ച മാർച്ച് 29-ന് OTT റിലീസ് ചെയ്യുമെന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ അപ്ഡേറ്റ് ഉണ്ടായിരുന്ന നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോമിന് പുറമെ സൺ നെസ്റ്റിൽ കൂടി സിനിമ OTT റിലീസ് ചെയ്തേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. തമിഴിന് പുറമെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. ഇനി ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനത്തിനായിട്ടാണ് നാം കാത്തിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് നമ്മുടെ മലയാളത്തിലെ റെക്കോർഡ് വിജയം നേടിയെടുത്ത വമ്പൻ കളക്ഷൻ നേടിയെടുത്ത മഞ്ഞുമൽ ബോയ്സിന്റെ അപ്ഡേറ്റ് ആണ്. തിയേറ്ററുകളിലെ ഫൈനൽ റൗണ്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം പ്രേമലുവിന് ശേഷം ഏപ്രിൽ മാസം തന്നെ OTT റിലീസ് ചെയ്യുന്ന അടുത്ത മലയാളം സിനിമയാകുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ഏപ്രിൽ മാസം അവസാനത്തോടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സിനിമ പാൻ ഇന്ത്യൻ ഭാഷകളിലായിരിക്കും OTT റിലീസ് ചെയ്യുക. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT റിലീസ് അപ്ഡേറ്റുകൾ കേട്ടാം.